നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈന ഇന്ത്യക്ക് എന്നും ഭീഷണിയാണ്. അതിന് വർഷങ്ങളുടെ പാരമ്പര്യമാണുള്ളത്. ചൈനയുടെ നീക്കങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഇന്ത്യയും ഒരു പടി മുൻപേ കാര്യങ്ങൾ എപ്പോഴും നീക്കാറുണ്ട്. നിലവിലെ ഇന്ത്യയുടെ ആശങ്കയാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിൽ രാഷ്ട്രീയ നയ അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹിമാലയൻ താഴ്വരകളിൽ ചൈന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന വമ്പൻ ജലവൈദ്യുതി പദ്ധതി ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശിക ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങൾക്കും ഉയർത്തുന്ന വെല്ലുവിളി അത്ര ചെറുതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയായി മാറാൻ പോകുന്ന മെഡോക് ജലവൈദ്യുതി നിലയം പുതിയ ഒരു സംഘർഷ മേഖലയായി മാറുമോ എന്ന ആശങ്കയിലാണ് ലോകം. അതിർത്തിയുടെ വശത്ത് ഒരു പ്രതികാര അണക്കെട്ട് നിർമ്മിക്കാൻ അവർ പദ്ധതിയെടുത്തു. ഇത് കുറഞ്ഞത് പരിസ്ഥിതിക്ക് ഒരുപോലെ വിനാശകരമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. ഈ ജലബോംബ് പദ്ധതി ഇന്ത്യയുടെ സാമ്പത്തിക, പാരിസ്ഥിതിക, തന്ത്രപരമായ നിലനിൽപ്പിനെ എങ്ങനെ ഭീഷണിയാകുന്നു എന്ന് നോക്കാം. ടിബറ്റിലെ യാർലോങ് സാങ്പോ നദിയിലാണ് ചൈന ഈ മെഗാ ഡാം നിർമ്മിക്കുന്നത്. ഈ നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്രയായി മാറുന്നു. അതായത് നദി ഒന്ന് തന്നെയാണ്, പക്ഷേ അവിടെ മറ്റൊരു പേരും ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ടിബറ്റിലൂടെ ഏകദേശം 1700 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ഗ്രേറ്റ് ബെൻഡ് എന്നറിയപ്പെടുന്ന ഒരു വലിയ വളവിൽ വെച്ചാണ് നദി തെക്കോട്ട് തിരിയുന്നത്. ഈ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലത്താണ് 60,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മെഡോക് ജലവൈദ്യുതി നിലയം ചൈന നിർമ്മിക്കുന്നത്. 2024 ഡിസംബർ 25-നാണ് ഇതിന് അനുമതി ലഭിച്ചത്. ഇത് പൂർത്തിയായാൽ നിലവിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ത്രീ ഗോർജസിനെയും കടത്തിവെട്ടി ലോകത്തിലെ ഏറ്റവും ശക്തമായ ജലവൈദ്യുതി പദ്ധതിയായി ഇത് മാറും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾക്കും വിശ്വാസക്കുറവിനുമിടയിൽ ഈ പദ്ധതി ഒരു പുതിയ ഭീഷണിയായി ഉയർന്നു വരുമോ എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു ഈ പദ്ധതിയെ ഒരു അസ്തിത്വ ഭീഷണി എന്ന് വിശേഷിപ്പിച്ചതും ഈ ആശങ്കയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു തരം വാട്ടർ ബോംബായി പോലും ചൈനയ്ക്ക് ഉപയോഗിക്കാം. അദ്ദേഹം നൽകിയിട്ടുള്ള മുന്നറിയിപ്പാണിത്. ജലത്തെ ഒരു ആയുധമാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ജലം ഒരു നിർണായക തന്ത്രപരമായിട്ടുള്ള വിഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപ് തന്നെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും. അത് പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി ചില്ലറയല്ല. അതിന്റെ പേരിൽ ഇപ്പോഴും പാകിസ്ഥാൻ നട്ടം തിരിയുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ചൈന ഏതെങ്കിലും ഒരു കാലത്ത് ഇതൊരു ജലബോംബായി ഇന്ത്യക്ക് മുകളിൽ ഉപയോഗിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. നദിയുടെ ഒഴുക്കിന്മേൽ ചൈനയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ലഭിക്കുന്നത് സംഘർഷാവസ്ഥയിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിൽ പെട്ടെന്നുള്ള ജലക്ഷാമമോ വെള്ളപ്പൊക്കമോ ഉണ്ടാക്കാൻ ഇടയാക്കും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഈ പദ്ധതിയുടെ രാഷ്ട്രീയ അപകട സാധ്യതകളും വളരെ വലുതാണ്. 2020-ൽ ഗാൽവാൻ താഴ്വരയിൽ നടന്ന സംഘർഷങ്ങൾക്ക് ശേഷം അതിർത്തി കടന്നുള്ള നദികളുടെ ഡാറ്റ കൈമാറ്റം പോലും ചൈന നിർത്തിവെച്ചിരുന്നു എന്നത് ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിർത്തി കടന്നുള്ള നദികളെക്കുറിച്ച് ന്യൂഡൽഹിയുമായി നിയമപരമായി ബന്ധിപ്പിക്കുന്ന ഒരു കരാറിലും ചൈന കക്ഷിയല്ല. ഇത് എടുത്തു കാണിക്കുന്നത് വിശ്വാസ്യതയുടെ വലിയൊരു അഭാവത്തെയാണ്. ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിൽ, അതായത് MOUയിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും 2023 ജൂൺ 5-ന് ബ്രഹ്മപുത്രയെക്കുറിച്ചുള്ള ധാരണാപത്രം കാലഹരണപ്പെട്ടതിനു ശേഷം പുതുക്കിയിട്ടില്ല. ജലശാസ്ത്ര ഡാറ്റയെക്കുറിച്ചോ ജലവൈദ്യുതി ഘടനകളെക്കുറിച്ചോ ഉള്ള ഒരു വിവരവും 2022 മുതൽ ചൈന ഇന്ത്യയുമായി പങ്കുവച്ചിട്ടില്ല എന്ന് ജൽശക്തി മന്ത്രാലയം അടുത്തിടെ നൽകിയ വിവരാവകാശ മറുപടിയിൽ വെളിപ്പെടുത്തി. ഇത് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള സുതാര്യതയില്ലായ്മയും സഹകരണ മനോഭാവമില്ലായ്മയും കൂടിയാണ് വ്യക്തമാക്കുന്നത്. ടിബറ്റ് ഒരു ഉയർന്ന പ്രദേശത്തായതിനാൽ അവിടുത്തെ നദികളിൽ ചൈനയ്ക്ക് അണക്കെട്ടുകൾ നിർമ്മിക്കാനുള്ള ഭൂമിശാസ്ത്രപരമായ കഴിവ് ഇന്ത്യ പോലുള്ള താഴേക്കിടയിലുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു തന്ത്രപരമായിട്ടുള്ള പോരായ്മയാണ്. ഇത് ചൈനയ്ക്ക് ജലത്തെ ഒരു ഉപാധിയായി ഉപയോഗിച്ച് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യത നൽകുന്നുണ്ട്. ഈ പദ്ധതിയുടെ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾക്കപ്പുറം സാമ്പത്തികവും പാരിസ്ഥിതികവുമായ വലിയ വെല്ലുവിളികളും ഇത് ഉയർത്തുന്നുണ്ട്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ്, അസം എന്നിവിടങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ്. നദി ഇന്ത്യൻ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നത് ചെളിയുടെ ഒഴുക്ക് തടയുകയും മണ്ണിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും കാർഷിക ഫലഭൂയിഷ്ഠത ഇല്ലാതാക്കുകയും ചെയ്യും. ഭൂകമ്പ സാധ്യതയുള്ള ഹിമാലയൻ മേഖലയിലാണ് ഈ വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നത്. ഇത് മണ്ണിടിച്ചിൽ, ഹിമാനികൾ നിറഞ്ഞ തടാകങ്ങൾ, പൊട്ടിപ്പുറപ്പെടുന്ന വെള്ളപ്പൊക്കം,
തുടങ്ങിയ ദുരന്തങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു. അത്തരമൊരു ദുരന്തം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകും. ഇത്രയും വലിയൊരു പദ്ധതിക്ക് തറക്കല്ലിടുന്ന ചൈന ഇതുവരെ ഒരു പൊതു പാരിസ്ഥിതിക ആഘാത വിലയിരുത്തലും പുറത്തുവിട്ടിട്ടില്ല എന്നത് ആശങ്ക വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് പ്രകൃതി ആവാസ വ്യവസ്ഥയെ തകർക്കുകയും വനനശീകരണത്തിനും ജൈവ വൈവിധ്യ നഷ്ടത്തിനും ഇടയാക്കുകയും ചെയ്യും. ഗ്രേറ്റ് ബെൻഡ് അണക്കെട്ട് നിർമ്മാണത്തിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള നിലപാടുകൾ എടുക്കാൻ കഴിയില്ലെങ്കിലും അതിന്റെ അപകട സാധ്യതകൾ ലഘൂകരിക്കാൻ ഇന്ത്യ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കമോ വരൾച്ചയോ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജലസംഭരണി നിർമ്മിക്കുന്നതാണ് പ്രധാന മാർഗം. ഇതിന്റെ ഭാഗമായി അരുണാചൽ പ്രദേശിലെ സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രൊജക്ട് എന്ന 10 ജിഗാവാട്ട് ജലവൈദ്യുതി നിലയം സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് സർക്കാർ സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രൊജക്ട് എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതൊരു പ്രതിരോധ സംവിധാനമായി പ്രവർത്തിക്കുകയും ജലസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പേമ ഖണ്ഡു പറഞ്ഞു. ചൈന ജലം രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിച്ചാൽ അരുണാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് ഇതൊരു സംരക്ഷണമായി വർത്തിക്കുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ചുരുക്കത്തിൽ ടിബറ്റിലെ യാർലൂങ് സാങ്പോ മെഗാ ഡാം പദ്ധതി ഇന്ത്യക്ക് ജലസുരക്ഷ, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ, പ്രാദേശിക സ്ഥിരത എന്നിവയിൽ വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പദ്ധതി ഒരു പുതിയ സംഘർഷ മേഖലയായി മാറുമോ അതോ സംഭാഷണങ്ങളിലൂടെയും സഹകരണത്തിലൂടെയും പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ചില സ്വതന്ത്ര വിദഗ്ധർ ഇതേ ആശങ്ക മുൻപും പങ്കുവച്ചിട്ടുണ്ട്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ രാഷ്ട്രീയ ശാസ്ത്രജ്ഞയായ അമേയ പ്രതാപ് സിംഗ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുകയാണെങ്കിൽ ചൈന തങ്ങളുടെ ടിബറ്റൻ നദികളിൽ അണക്കെട്ട് പണിയുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ചൈനയ്ക്ക് ഒരു പിടിമുറുക്കാൻ കാരണമാകും. എന്നാൽ മറ്റുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യപ്പെടുന്നു. പദ്ധതിയുടെ വലിയ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കൽ ശേഷി ഉണ്ടായിരുന്നിട്ടും അണക്കെട്ടുകൾ വലിയ അളവിൽ വെള്ളം തടഞ്ഞു നിർത്തുകയില്ലെന്നും അതിനാൽ താഴേക്കുള്ള നദികൾക്ക് ദോഷം വരുത്താനുള്ള സാധ്യത പരിമിതമായിരിക്കുമെന്നും ഓസ്ട്രേലിയയിലെ ലാ ട്രോപ്പ് സർവകലാശാലയിലെ പരിസ്ഥിതി ചരിത്രകാരിയായ റൂത്ത് ഗാംബിൾ പറയുന്നു. എന്നിരുന്നാലും അപകട സാധ്യതകൾ വളരെ കൂടുതലാണ്. മേഖലയിലെ ജലസ്രോതസ്സുകളുടെ അപര്യാപ്തതയെ ചൊല്ലിയുള്ള പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വലിയ ദക്ഷിണേന്ത്യൻ നദിയായ സിന്ധുവിന്റെ ജലം പാകിസ്ഥാനുമായി പങ്കിടുന്നത് 65 വർഷമായി നിലവിലുണ്ടായിരുന്ന ഒരു കരാറിൽ ഉറച്ചു നിൽക്കുന്നത് ഇന്ത്യ കഴിഞ്ഞ മാസം നിർത്തിവെച്ചിരുന്നു. അതേസമയം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 30 വർഷം പഴക്കമുള്ള ഗംഗാജല ഉടമ്പടി അടുത്ത വർഷം അവസാനിക്കാനിരിക്കുകയാണ്. ഇന്ത്യ അതിന്റെ നിബന്ധനകൾ ലംഘിച്ചുവെന്ന് വ്യാപകമായി ആരോപിക്കപ്പെടുന്നു. ജലത്തെ ആയുധമാക്കുക എന്നത് വിപരീത ഫലം ഉണ്ടായേക്കാവുന്ന അപകടകരമായ ഒരു തന്ത്രമാണ്. മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ പരിസ്ഥിതി ഭൂമിശാസ്ത്രജ്ഞനായ മെഹബബ് സഹാന പറയുന്നു. ദക്ഷിണേഷ്യയിലെ ജലനയതന്ത്രം ദുർബലമാകുന്നത് ഒരു പ്രാദേശിക ഭീഷണി മാത്രമല്ല, അത് ആഗോള കാലാവസ്ഥാ സുരക്ഷയെ അപകടത്തിലാക്കുന്നു. 1951 മുതൽ ചൈനയുടെ ഭാഗമായ ടിബറ്റ് ഏഷ്യയുടെ ജലഗോപുരമാണ്. അതിന്റെ വിശാലമായ ഹിമാനികൾ പ്രധാന നദികളെ നിലനിർത്തുന്നു. 10 രാജ്യങ്ങളായ 1.3 ബില്യണിലധികം ആളുകൾ കുടിവെള്ളം, ജലസേചനം, ജലവൈദ്യുതി എന്നിവയ്ക്കായി ആശ്രയിക്കുന്നു. ലോകത്തിലെ മുൻനിര ജലവൈദ്യുതി ഉൽപാദകരായ ചൈന കാർബൺ ഉദ്വമനം കുറയ്ക്കുന്നതിനുള്ള ഒരു താക്കോലായി ഈ നദികളിൽ കൂടുതൽ അണക്കെട്ടുകൾ കാണുന്നുണ്ട്. പൂർണ്ണമായും ചൈനയ്ക്കുള്ളിൽ ഒഴുകുന്ന യെല്ലോ യാങ്സി നദികളുടെയും മെക്കോങ്, ഇറാവാഡി, സാൽവിൻ എന്നിവയുൾപ്പെടെയുള്ള അതിർത്തികൾക്കപ്പുറത്തേക്ക് ഒഴുകുന്ന നിരവധി നദികളുടെയും ശക്തി അവർ ഇതിനകം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തിലെ 9ാമത്തെ വലിയ നദിയായ ബ്രഹ്മപുത്രയിലും അവർ കണ്ണുവെക്കുന്നു. പടിഞ്ഞാറൻ ടിബറ്റിലെ ആങ്സി ഹിമാനിയിൽ നിന്ന് ഉരുകുന്ന ജലമായാണ് ബ്രഹ്മപുത്ര ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ഹിമാലയത്തിലൂടെ കിഴക്കോട്ടൊഴുകി കുത്തനെ തെക്കോട്ട് തിരിച്ച് നാംച ബർവ പർവ്വതനിരയിലൂടെ ഒഴുകി യാർലൂങ് സാങ്പോ ഗ്രാൻഡ് കാന്യനിലൂടെ വെള്ളച്ചാട്ടത്തിലൂടെയും ദ്രുതഗതിയിലുള്ള നീരൊഴുക്കുകളിലൂടെയും ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും സമതലങ്ങളിലേക്ക് ഒഴുകി ലോകത്തിലെ ഏറ്റവും വലിയ നദീതടങ്ങളിലൂടെ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കുന്നു. ഇതാണ് നദിയുടെ ഒഴുക്ക്. ഏതായാലും ചൈന അത്തരത്തിലൊരു നീക്കം നടത്തുകയാണെങ്കിൽ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളും ഇന്ത്യ വളരെ വേഗത്തിൽ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. അതിനുള്ള നടപടികളൊക്കെ തന്നെ ഇന്ത്യ ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട്.